Welcome to Buildon Ideas, Better Ways of Building Your Dream Home. നമ്മൾ വീടിനകത്ത് ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബെഡ്റൂം പ്ലാൻ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബെഡിൻ്റെ പൊസിഷനാണ്. കാരണം നമ്മളുടെ മെയിൻ ഫോക്കസ് ഒരു ബെഡ്റൂമിനകത്ത് ഒരു ബെഡ് തന്നെയാണ്. അപ്പോൾ ബെഡ് നോക്കുമ്പോൾ അതിന് പല സൈസുകളുണ്ട്. അത് നമുക്ക് സിംഗിൾ ബെഡ് സൈസ്, ട്വിൻ ബെഡ് സൈസ്, ട്വിൻ എക്സൽ സൈസ്, അതുപോലെ ഡബിൾ ബെഡ് സൈസ് അല്ലെങ്കിൽ ഫുൾ ബെഡ് സൈസ്, ക്വീൻ ബെഡ് സൈസ്, അതുപോലെ കിങ് ബെഡ് സൈസ്, അതുപോലെ കാലിഫോർണിയ കിങ് ബെഡ് സൈസ്. ഇത്രയും സൈസസ് സ്റ്റാൻഡേർഡായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബെഡ് സൈസസ് അനുസരിച്ച് വേണം നമ്മുടെ കോട്ട് ഡിസൈൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കോട്ടിൻ്റെ സൈസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബെഡ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സ്റ്റാൻഡേർഡ് സൈസിനനുസരിച്ചുള്ള കോട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മളൊരു ബെഡ്റൂമിൻ്റെ അകത്ത് എങ്ങനെ വേണം ലേ ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബെഡിൻ്റെ ഹെഡ് പൊസിഷൻ വരുന്നത് ഒന്നുപോലെ ഈസ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ സൗത്ത് സൈഡിലേക്ക് വേണം അത് പൊസിഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പൊസിഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ ബെഡിൻ്റെ 3 സൈഡിലും ഒരു 60 സെൻറ്റിമീറ്ററെങ്കിലും നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അതൊരു കംഫർട്ടബിൾ സ്പേസിംഗ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ 60 സെൻറ്റിമീറ്റർ കിട്ടാവുന്ന രീതിയിൽ വേണം ഒരു ബെഡിൻ്റെ സൈസ് നിശ്ചയിക്കാനും അതുപോലെ ബെഡിൻ്റെ പൊസിഷൻ ചെയ്യാനുമായിട്ട്. ഇനി നമ്മൾ ഒരു വാർഡ്രോബ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാർഡ്രോബിൻ്റെ ഷട്ടർ തുറക്കുന്ന ഒരു ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വാർഡ്രോബിൻ്റെ ഷട്ടർ നമ്മൾ സ്ലൈഡിങ് വാർഡ്രോബ് കൊടുക്കുകയാണെങ്കിൽ ഈ തുറക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമ്മളൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂമാണ്, ഒരു ചെറിയ ബെഡ്റൂമൊക്കെ ആണെങ്കിൽ സ്ലൈഡിങ് വാർഡ്രോബ് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ഷട്ടേഴ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഷട്ടർ ഓപ്പൺ ചെയ്യാനുള്ള സ്പേസും നമുക്ക് നിൽക്കാനുള്ള ഒരു സ്പേസും കാണേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഡോർ പൊസിഷനും വിൻഡോ പൊസിഷനുമാണ്. നമ്മൾ ഒരു ബെഡ്റൂമിൽ ബെഡ് ഇടുന്നതിൻ്റെ സൈഡിൽ നമുക്ക് വിൻഡോസ് വരുന്നുണ്ടെങ്കിൽ ഐദർ നമ്മുടെ ബെഡിൻ്റെ ഹെഡ് പൊസിഷൻ, അതായത് ബെഡിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ സെൻറ്റർ ചെയ്തിട്ട് ഒരു വിൻഡോ വരണം, അല്ലെങ്കിൽ ഹെഡ് റെസ്റ്റിൻ്റെ 2 സൈഡിലായിട്ട് ബെഡിൻ്റെ വിൻഡോ വരണം എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ മുൻകൂട്ടി തന്നെ ഇത് പ്ലാൻ ചെയ്യണമെന്ന് അർത്ഥം. എവിടെയാണ് ബെഡ് പൊസിഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് പൊസിഷൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു വിൻഡോ വെക്കും. അങ്ങനെ ഏതെങ്കിലും പൊസിഷനിൽ നമ്മളൊരു വിൻഡോ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബെഡ് പൊസിഷൻ ചെയ്ത് ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കോൺസെപ്റ്റ് എല്ലാം കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനകത്ത് വിൻഡോ ഒരു തടസ്സമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഐദർ ഹെഡ് റെസ്റ്റിൻ്റെ സെൻറ്റർ ചെയ്ത് വിൻഡോ കൊടുക്കുക, അല്ലെങ്കിൽ ഹെഡ് റെസ്റ്റിൻ്റെ 2 സൈഡിലായിട്ട് വിൻഡോ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വരുന്നത് നമുക്ക് നമ്മളുടെ ബെഡ്റൂം പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് നിർബന്ധമായിട്ടും നമ്മൾ ഒരു ഒരു ഡ്രസ്സിങ് സ്പേസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രസ്സിങ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുഷിഞ്ഞ തുണികളെല്ലാം ഡ്രസ്സിങ് സ്പേസിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബെഡ്റൂം ഒരു ഹൈജീനിക് ആയിട്ടും നീറ്റായിട്ടും നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡ്രസ്സിങ് സ്പേസ് നിർബന്ധമായിട്ടും ഒരു ബെഡ്റൂമിൽ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സിങ് സ്പേസ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വാർഡ്രോബും അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ബെഡ്റൂം സ്പേസ് വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ ഇൻ കേസ് നിങ്ങൾ വാർഡ്രോബ് അതിനകത്ത് കൊള്ളിക്കുന്നില്ലെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് സ്പേസ് കൊടുക്കുക. അങ്ങനെ ഡ്രസ്സിങ് സ്പേസ് കൊടുക്കുമ്പോൾ ഡ്രസ്സിങ് സ്പേസിൻ്റെ ഡ്രസ്സർ യൂണിറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അതിൻ്റെ 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുക്കാം. അതിന് മേലേക്കുള്ള ഭാഗം ഒരു മിറർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ ഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മളതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളെ മുഴുവനായിട്ടും കാണുന്ന രീതിയിലുള്ള ഒരു മിറർ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് കാണില്ല. അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ നമ്മളെ ഫുള്ളായിട്ട് കാണില്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ എന്തെങ്കിലും സാരിയൊക്കെ കൊടുത്തിട്ടാണ് ഡ്രസ്സപ്പ് ചെയ്യുന്നതെങ്കിൽ അവരെ മുഴുവനായിട്ടും കാണാനായിട്ട് സാധിക്കാനായിട്ട് നമ്മളൊരു ഫുൾ ലെങ്ത്ത് മിറർ കിട്ടണം. അപ്പോൾ താഴെയുള്ള 30 സെൻറ്റിമീറ്റർ നമ്മൾ വിട്ടാൽ നമ്മൾ കുറച്ച് ബാക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ മുഴുവനായിട്ടും കണ്ടുകൊണ്ട് ഡ്രസ്സപ്പ് ചെയ്ത് ഭംഗിയായിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഡ്രസ്സിങ് സ്പേസ് കൊടുക്കുമ്പോൾ എപ്പോഴും ഈ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിന് മേലേക്ക് മിറർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് വല്ല സ്റ്റോറേജൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്നാലും മിററിൻ്റെ ഹൈറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി വരുന്നത് ബാത്റൂമിൻ്റെ ഡോറിൻ്റെ പൊസിഷനിലാണ്. അപ്പോൾ നമുക്കൊരു ഡ്രസ്സിങ് സ്പേസ് ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ബാത്റൂമിൻ്റെ ഡോർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
പരമാവധി നമ്മുടെ ബെഡിൻ്റെ അരുവത്തേക്ക് ബാത്റൂമിൻ്റെ ഡോർ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, നമ്മളുടെ ടോട്ടൽ ബെഡ്റൂം ലേഔട്ട് എടുക്കുകയാണെങ്കിൽ ആ ബെഡ്റൂം ലേഔട്ടിനകത്ത് നമ്മളുടെ ഡോർ പൊസിഷൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ബെഡ്റൂമിനകത്തോട്ട് കയറി അവിടെ നിന്ന് ഒരുപാട് ദൂരേക്ക് പോവാതെ തന്നെ നമ്മുടെ ബാത്റൂം ഡോറിലേക്കോ അല്ലെങ്കിൽ ഡ്രസ്സിങ് സ്പേസിലേക്കോ പോകാനായിട്ട് സാധിക്കണം. അത്തരത്തിൽ വേണം നമ്മുടെ പ്ലാൻ ലേ ഔട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒരുപാട്, അതായത് ഡയഗണലി ഓപ്പോസിറ്റൊക്കെ ആയിട്ട് നമ്മൾ ഡ്രസ്സിങ് സ്പേസോ ബാത്റൂമിൻ്റെ ഡോർ സ്പേസോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത്രയും സ്പേസ് നമുക്ക് വേസ്റ്റേജ് ആയിരിക്കും. കാരണം നമ്മൾ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്ത് അവിടെ നിന്ന് ഒരുപാട് ദൂരം നടന്നതിന് ശേഷം വേണം നമ്മളുടെ ഈ ബാത്റൂമിലേക്കോ ഡ്രസ്സിങ് റൂമിലേക്കോ എത്താനായിട്ട്. അതൊരു കാര്യം. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിലുള്ള എല്ലാ സ്പേസും നമുക്കൊരു വേസ്റ്റേജായി മാറും. കാരണം നമുക്ക് അവിടെ ഒന്നും വെക്കാനോ അല്ലെങ്കിൽ പെരുമാറാനോ പറ്റില്ല. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ ഡ്രസ്സിങ് സ്പേസിലേക്കോ പോകാവുന്ന രീതിയിൽ വേണം നമ്മുടെ ബെഡ്റൂമിൻ്റെ ഡോർസ് അറേഞ്ച് ചെയ്യാനായിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും ബെഡ്റൂമിൻ്റെ ലേ ഔട്ട് മുൻകൂട്ടി നിശ്ചയിച്ചില്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മുടെ ബെഡ്റൂമിനകത്തുള്ളതെന്ന് വളരെ മുൻകൂട്ടി തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾക്കൊരു സ്റ്റഡി ടേബിൾ നമ്മുടെ ബെഡ്റൂമിനകത്ത് വേണം, അല്ലെങ്കിൽ ഒരു TV ഏരിയ നമ്മുടെ ബെഡ്റൂമിനകത്ത് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കതിനകത്ത് ഉള്ളതാണെങ്കിൽ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് നമുക്ക് പിന്നീട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബെഡ്റൂമിനകത്ത് കൊടുക്കുന്ന വയറിങ്ങിനെ കുറിച്ചാണ്. നമ്മളൊരു ബെഡ്റൂം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എവിടെയൊക്കെ പ്ലഗ് പോയിൻറ്റ്സ് വേണം, അതുപോലെ എവിടെയൊക്കെ നമ്മളുടെ ബെഡ് പൊസിഷൻ അനുസരിച്ച് നമ്മൾ എവിടെയൊക്കെ പ്ലഗ് പോയിൻറ്റ്സ്, അതുപോലെ മറ്റുള്ള സ്വിച്ചിങ് പൊസിഷൻസ് കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബെഡിൻ്റെ പൊസിഷൻ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് ബെഡ് സ്വിച്ചസ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ബെഡ് സ്വിച്ചസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം അവിടെ ഒരു പ്ലഗ് പോയിൻറ്റും കൊടുക്കേണ്ടതുണ്ട്. കാരണം അവിടെ നമുക്ക് എന്തെങ്കിലും ചാർജറോ മറ്റോ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്ലഗ് പോയിൻറ്റ്സ് ആവശ്യമുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, നമ്മളുടെ ഡ്രസ്സിങ് സ്പേസിന് അടുത്തായിട്ട് നമുക്കൊരു പ്ലഗ് പോയിന്റ് നിർബന്ധമായിട്ടും വേണം. കാരണം നമ്മൾ എന്തെങ്കിലും ഡ്രയർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഹെയർ സ്ട്രെയിറ്റനറോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പ്ലഗ് പോയിന്റ് ഇല്ലെങ്കിൽ അത് വളരെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്ത് നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. വേറെ എക്സ്റ്റൻഷൻ കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ അതിനകത്തുള്ള വയറിങ് ചെയ്യാനായിട്ട്. അതുപോലെ 2-വേ സ്വിച്ചസ് കൊടുക്കേണ്ടത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ലൈറ്റും ഫാനും അതുപോലുള്ള പൊസിഷൻസ് ചിലതിനെല്ലാം നമ്മൾ 2-വേ സ്വിച്ചസ് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള 2-വേ സ്വിച്ചസ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ബെഡ്റൂം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ബെഡ്റൂം നിങ്ങൾക്ക് നീറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് പല സൈസിലുള്ള ബെഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ബെഡ്റൂമിൻ്റെ സൈസ് ഒരു 10x10 ആണ്, അല്ലെങ്കിൽ ഒരു 9x10 ഉള്ളെങ്കിൽ അതിനകത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു കിങ് സൈസ് ബെഡ് കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബെഡ്റൂമിൻ്റെ കംപ്ലീറ്റ് സൗകര്യം പോകും. അതിനകത്ത് ഒരു കൺജസ്റ്റഡ് ഫീലായി മാറും. അപ്പോൾ അതിനകത്തേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒന്നുപോലെ ഒരു ഡബിൾ ബെഡോ അല്ലെങ്കിൽ ഒരു ക്വീൻ സൈസ് ബെഡോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു കിങ് സൈസ് ബെഡ് ഇടുമ്പോൾ മിനിമം ഒരു 12x14 അല്ലെങ്കിൽ ഒരു 14x16 സൈസുള്ള ഒരു ബെഡ്റൂമിലെങ്കിലും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഒരു കിങ് സൈസ് ബെഡ് ഇടാനായിട്ട്. ഇനി ക്വീൻ സൈസ് ബെഡാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്വീൻ സൈസ് ബെഡ് ഒരു 12x14 അല്ലെങ്കിൽ ഒരു 10x12 സൈസുള്ള ഒരു ബെഡ്റൂമിലേക്ക് വളരെ ഉചിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സൈസാണ് ഈ പറയുന്ന ക്വീൻ സൈസ് ബെഡ്. ക്വീൻ സൈസ് ബെഡിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 60 ഇഞ്ച് സൈസിലൊക്കെ ഉള്ള ഒരു ബെഡ്. ആ ബെഡ് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ബെഡ്റൂമിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. ഇനി കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് കിടക്കാനൊക്കെയാണ് നമ്മൾ കിങ് സൈസ് ബെഡ് ഉപയോഗിക്കുന്നത്. പക്ഷേ കിങ് സൈസ് ബെഡ് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിൻ്റെ സൈസുകൾ നമുക്ക് ആവശ്യമുള്ള ഒരു സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമിൽ വേണം കിങ് സൈസ് നമ്മൾ പ്രിഫർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള ഡിസൈനേഴ്സിനെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്ത് തരും. അപ്പോൾ ഞങ്ങൾ ഒരു 10 വർഷത്തിന് മേലെയായിട്ട് ഇൻറ്റീരിയർ ആൻഡ് ആർക്കിടെക്ചറൽ ഡിസൈനിങ് മേഖലയിൽ 3D വിഷ്വലൈസേഷൻ എല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3D എലിവേഷൻസ് ചെയ്യും, 3D ഇൻറ്റീരിയർ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, 3D പ്ലാൻ കട്ടൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സർവീസസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളുടെ ബെഡ്റൂം വളരെ ഭംഗിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക.
അത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്നീട് വരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഹാപ്പി ലിവിങ്.